ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തൊക്കെ നോൺസെൻസ് ആൾക്കാർ കാണിക്കുന്നത്, എന്തൊക്കെ ബുദ്ധിയില്ലായ്മയും വിവരക്കേടുകളും എന്തൊക്കെ വർഗീയതകളൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഈ പത്തനംതിട്ടയില് സമാധിയാക്കിയ ഒരു സംഭവം, കുടുംബത്തിലെ ആൾക്കാർക്ക് എന്തൊക്കെയോ തലയ്ക്ക് വട്ടമുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഓ ഓ എന്നൊക്കെ പറഞ്ഞ കാറുന്നു അതിന് ചുക്കാൻ പിടിക്കാൻ ഹിന്ദുത്വ സംഘടനകൾ. ഈ കേസ് ആദ്യം വന്നപ്പോൾ ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറുന്നു എന്നൊരു പ്രസ്താവനയാണ് ആ പുള്ളിയുടെ, ആ കുഴിച്ചിടപ്പെട്ട വ്യക്തിയുടെ മകൻ പറഞ്ഞത്. പിന്നെ അത് മതിയല്ലോ, നമ്മൾ എന്ത് ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒരു മതത്തെ എടുത്തു വെച്ച് വർഗീയ ഒരു ഇമേജ് ഉണ്ടാക്കി ഒരു മതത്തിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ന്യായീകരിക്കാൻ ഇത്തരം സംഘടനകൾ പുറകെ ഇറങ്ങി പുറപ്പെടും എന്നുള്ള കാര്യം അയാൾ നന്നായിട്ട് അറിയാം. അതിനിടയ്ക്ക് പുള്ളി പറയുന്നു എന്നാ മുസ്ലിം തീവ്രവാദികളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. എന്നത് ചെയ്യുന്നത്? നാട്ടിൽ സസ്പീഷ്യസ് ആയിട്ടൊരു മരണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരിക്കാം. ഒരാൾ മരിക്കുന്നു, പിറ്റേ ദിവസം ആരെയും വിളിക്കാതെ അയാളെ കുഴിച്ചിടുക എന്ന് പറയുന്നത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പ്രതിഷേധം ഉണ്ടാകും, ആൾക്കാരെ അന്വേഷിക്കും, ആൾക്കാർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്നുള്ളത് നോക്കിയിട്ടാണോ ആളുകൾ ചെയ്യുന്നത്? എന്തൊരു നോൺസെൻസ് ആണ്, എന്തൊരു റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യമാണ് ആൾക്കാർ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എല്ലാ മേഖലയിലും അങ്ങനെ ഒരു മൂല്യച്യുതി, അതായത് ഒരു വാല്യൂ ഇല്ലായ്മ, കോമൺ സെൻസ് നശിക്കുന്ന ഒരു പ്രവണത പൊതുവേ ഇപ്പൊ കേരളത്തിലുണ്ട്. അതിപ്പോ സിനിമാ മേഖലയിലാണ് ഇപ്പോഴും ഉണ്ട്. നേരത്തേക്ക് ഈ തെലുങ്ക് മസാല സിനിമകളൊന്നും ആൾക്കാർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, അതിന് വലിയ ഇത് കൂട്ടൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർക്ക് ജെൻസിക്കാൻ തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തോ ആൾക്കാർ താഴോട്ടാണ് പോകുന്നത്, മുകളിലോട്ടല്ല. ആളുകൾ സാമ്പത്തികപരമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും സാമൂഹികപരമായിട്ടൊരു ഉയർച്ചയില്ല, താഴോട്ടാ പോകുന്നത്. ചിന്താഗതിയൊക്കെ താഴോട്ടാ പോകുന്നത്. അതെന്താണ് അങ്ങനെ ഒരു കാര്യം? ഇതിപ്പോ അങ്ങനെ നമുക്ക് തോന്നിയ പോലെ നമ്മുടെ വീട്ടിൽ മരിച്ച ഒരാളെ നമുക്ക് തോന്നിയ പോലെ ആരെയും അറിയിക്കാതെ അവിടെ കുഴിച്ചിടാൻ പറ്റും, അതിന് സമാധി എന്നാ പറയുന്നതെങ്കിൽ പിന്നെ എല്ലാവർക്കും അത് ചെയ്താൽ പോരെ വീട്ടിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം കുടുംബത്തില് അപ്പനൊരു ശല്യം അല്ലെങ്കിൽ അമ്മ ഒരു ശല്യമാണെന്ന് തോന്നുന്ന മക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ഇവരെ തല്ലിക്കൊന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ട് മുകളിൽ ഒരു അലക്കല്ല് പോലത്തെ സാധനം പറഞ്ഞു വെച്ചിട്ട് സ്മൃതിപണ്ഡവോ അല്ലെങ്കിൽ സമാധി ആയതാണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കുക, മതത്തിന്റെ പേരിൽ അംഗീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു സിസ്റ്റം? ഇതാണോ സംസ്കാരം? സംസ്കാരം പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഇതേ പത്തനംതിട്ട തന്നെ ഒരു പെൺകുട്ടിനെ 62 പേര് കൂടി ലൈംഗികമായിട്ട്, ഒരുമിച്ചല്ല 68 പേരോളം ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തെന്ന് പറയുന്നു. അപ്പോഴും ആൾക്കാർ ഈ രാഹുൽ ഈശ്വറിന്റെ ലൈനിലാണ് നിൽക്കുന്നത്. രാഹുൽ ഈശ്വറാണോ ഇവരുടെ ഇപ്പോഴത്തെ ഹീറോ? കാരണം ഏറ്റവും നോൺസെൻസ് സംസാരിക്കുന്ന ആൾക്കാരോട് യോജിക്കാൻ ആൾക്കാർക്ക് എളുപ്പം, അല്ലാതെ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ഒരാളോട് യോജിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അത്രയൊന്നും ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. രാഹുൽ ഈശ്വർ പറയുന്നതാണ് ടേക്കപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കാരണം അയാൾ പറയുന്നത് ഇവിടുത്തെ ഒരു സാധാരണ ഒരു കവലയിൽ സംസാരിക്കുന്ന ഒരു 70 വയസ്സുള്ള ഒരാളുടെ ചിന്താഗതിയാണ് അയാൾ പറയുന്നത്. അതാണ് ആൾക്കാർക്ക് താല്പര്യം, അതാണ് ആൾക്കാർക്ക് എടുക്കാൻ ഇഷ്ടം, ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം അതാ. അതുകൊണ്ട് ആൾക്കാർ അതെടുക്കും എന്ന് പറയുന്ന പോലെ ഇതേ ചിന്താഗതിയുള്ള ഞരമ്പന്മാരായിരിക്കും ഈ പെങ്കുച്ചിനെ പുറകെ നടന്നതും. അവർ 62 പേരാണെന്ന് ആലോചിക്കണം. അതൊരു മൈനോറിറ്റി അല്ല. എന്നിട്ടും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ആ പെൺകുട്ടി എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല? 1-2 പേര് നമുക്ക് മനസ്സിലായില്ലേ? അതിന് അത് അറിയിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായി കാണത്തില്ല. ഇവിടുത്തെ പെൺകുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര പുരോഗമനമാണ്, കലിപ്പിന്റെ കാന്താരി അല്ലെങ്കിൽ റൈഡർ ഗേളാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഇവര് സാധാരണ പെണ്ണുങ്ങൾ തന്നെയാണ്. ഈ വേഷവിധാനം ഇതൊക്കെ ഉള്ളൂ, ഒന്നുമില്ല. ഒരു കാര്യത്തോട് കാര്യങ്ങളായിട്ട് ഡീൽ ചെയ്യാനൊന്നും അറിയത്തില്ല. ഇതിൽ മേടിച്ചു പോകും. കാരണം സൊസൈറ്റി അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് അതിനെളുപ്പം. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം ഇതൊക്കെയാണ്. ഇവിടുത്തെ മതവും സമാധിയാകലും ആത്മാവ് വരിമാവും പിന്നെ ഹണി റോസിന്റെ ഡ്രസ്സും. എന്തൊരു നശിച്ച ഒരു സൊസൈറ്റി ആയിരുന്നു ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന പോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതൊക്കെ മാറ്റാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിൽ ബോധം ഉണ്ടാകട്ടെ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എഴുതുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. ആർക്ക് താല്പര്യം രാഹുൽ ഈശ്വറിനെയാണ്. അതാണ് എളുപ്പം. സമാധിയായെന്നൊക്കെ പറയുന്നത് എന്ത് കേസ് കേട്ടാണത്? ആളുകൾ മരിച്ചാൽ മരിച്ചു പോവാണ്, ആളുകളുടെ ജീവനില്ല, പിന്നെ അങ്ങനെ ഒരു വ്യക്തിയില്ല, അല്ലാതെ ആത്മാവ് വരിമാവൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ഇവർക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ ഇവിടുത്തെ കുറച്ച് കൂച്ചാളി സെലിബ്രിറ്റീസും പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളല്ല ഇതിനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ലെനയൊക്കെ പറയുന്നത് കേട്ടില്ലേ, എന്താ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതാണ്ട് നടക്കുന്നു, അവിടെ ഏതാണ്ട് ആ ഞാനല്ല ഈ ഞാൻ, ഈ ഇരിക്കുന്ന ഞാനല്ല ആ ഞാൻ, ആ പേനയാണ് ഈ പേന, ഞാനൊരു പേനയായതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റൂ, അങ്ങനത്തെ പൊട്ട കാര്യങ്ങൾ, ലോജിക് ഇല്ലാത്ത, ഒട്ടും തലയ്ക്ക് വിവരമില്ലാത്ത സംസാരിക്കുന്ന ഒട്ടും തലയ്ക്ക് വെളിവില്ലാത്ത ഈ ഗുഹയെന്ന് കണ്ട് ഇന്നലെ ഇറങ്ങി വന്നൊരു ഗുഹാമനുഷ്യൻ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഇച്ചിരി ബുദ്ധിയേ ഉള്ളൂ ആൾക്കാർക്ക്, അതിനെ കൂടി ഇല്ലാതാക്കി കളയോ. ആൾക്കാരെ ശരിയാ, അയ്യോ അതറിയാവുന്നവർക്ക് അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. എനിക്ക് അത് ഭയങ്കര കാര്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരട്ടം നോൺസെൻസ്, അത്ര ഉള്ളത്. അച്ഛന്റെ ആത്മാവ് കുടികൊള്ളുന്നു, അവിടെ കുടിയിരിക്കുകയാണ്, അതിനെ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ ചാകുന്നൊക്കെ ആത്മഹത്യാ ഭീഷണി. അതിന് പിന്നെ ചുക്കാൻ പിടിക്കും കുറെ ഹിന്ദു സംസ്കൃതിയിലെ ആൾക്കാർ. അത് പ്രധാനമായിട്ടും അറിയാമല്ലോ ആരായിരിക്കുന്നത്. ഒരു കണക്കിനെ
ആ പറയുന്ന ഈ പ്രത്യേക ഹിന്ദു സംഘടനകളുണ്ടല്ലോ, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് കൂടുതലും. അവരാണ് ഈ കേരള ജനതയെ ഇത്രത്തോളം പുറകോട്ട് നയിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഈ സൊസൈറ്റിയിലാണ് വളർന്നു വന്നത്. ഞാൻ ഇവിടുത്തെ മാറ്റങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അതിനെ വിലയിരുത്തുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. ആളുകൾ കുറച്ചും കൂടെ ക്രൂക്കടും ഭയങ്കര വർഗീയവാദികളുമായിട്ട് മാറുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആളുകൾക്ക് ഏറ്റവും വലുത് ഇപ്പം മതമാണെന്നുള്ള രീതിയിലേക്കാണ് കുറച്ച് പ്രായമുള്ള ആൾക്കാർ പെരുമാറുന്നത്. എന്തൊരു പരിപാടി ഇവിടെ നടക്കുന്നത്? എന്നെ പരിപാടി ചെയ്ത് മലയാളി ശാസ്ത്ര സാങ്കേതിക മേഖലയിലും പല കാര്യങ്ങളിലും പല രാജ്യത്തും പല പല കാര്യങ്ങളും ഒക്കെ പലതും അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് മലയാളിക്ക് അഭിമാനമാണ്. അത് പക്ഷെ വളരെ ചെറിയൊരു ഏരിയയിലെ ചില വളരെ കുറച്ച് വ്യക്തികളെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മലയാളിക്ക് അഭിമാനമായിരിക്കും. പക്ഷെ ഇത് ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരുടെ പ്രശ്നമാണിത്, വിശ്വാസികളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരുടെ. അതെന്ന് പറയുന്നത് മലയാളിക്ക് ഒട്ടും അഭിമാനമല്ല, അത് അപമാനമാണ്. അതിന് സംസ്കാരമൊന്നും പറയാൻ പറ്റത്തില്ല. സംസ്കാരം അല്ല തന്നെ. ആ സംസ്കാരമൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അത് സംസ്കാര ശൂന്യതയാണ്, വിവരമില്ലായ്മയാണ്, മാനുഷിക മൂല്യങ്ങളില്ലാത്ത, ശാസ്ത്രബോധം ഇല്ലാത്ത വിഡ്ഢികളുടെ പരിപാടിയാണത്. അല്ലാതെ എന്തോ ഇത് ആളുകൾ ഭയങ്കര ഇൻസൈനായിട്ടാണ് ചിന്തിക്കുന്നത്. ഒട്ടും വിവരമില്ലാത്ത പോലെ പെരുമാറും, ഒട്ടും വിവരമില്ലാത്ത പോലെ. ഇവർക്ക് ഈ കാലത്ത് എങ്ങനെയാണ് ഇവരിങ്ങനെ ആണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ആത്മാവിന്റെ ചൈതന്യത്തെ കുടിയിരുത്തേക്കുവാണ്, അതാണ് ഇതാണ്. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകാൻ മനഃപൂർവ്വം. ലോകത്ത് വേറെ രാജ്യത്തോ ആളുകൾ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നാണ് ഇവർ കരുതുന്നത്. അവരുടെ ആത്മാവ് അപ്പൊ എന്നാ ചെയ്യും? ഈ ഹിന്ദു ആചാരപ്രകാരം അവരെ ചെയ്തില്ലെങ്കിൽ അത് ഇംഗ്ലീഷ് ആത്മാവായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തൊരു ഭാഷ, ഫ്രഞ്ചുകാരോ, അവർക്കുള്ള പ്രശ്നമില്ല. ഈ മലയാളിക്കാ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കായിരിക്കും പ്രശ്നം ഇതിന്. എന്തൊരു ഇതൊരു തരത്തിൽ ഒരു കോമഡിയാണ്, ഒരു തരത്തിൽ ഇതൊരു ട്രാജഡിയാണ്. അതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഹോ, എന്താ പൊന്നോ.